ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ദാൽ കിച്ചടിയാണ്. ഇത് ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ്. പക്ഷെ ഞാനിത് പഠിച്ചത് എൻ്റെ അമ്മായിൻ്റെ അടുത്തു നിന്നാണ്. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ തന്നെ അമ്മായി ഇത് അവരുടെ മക്കൾക്ക് സ്കൂളിൽ ലഞ്ച് ബോക്സ് കൊടുത്തു വിടാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെയാണ് ഞാനിത് കഴിച്ചിട്ടുള്ളത്. നല്ല ടേസ്റ്റാണ്. മാത്രമല്ല ഇത് നല്ല ഗ്രേവിയോട് കൂടെ ഉള്ളതായതുകൊണ്ട് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തു വിട്ട് കഴിഞ്ഞാൽ ഒട്ടും ഡ്രൈ ആയി പോവില്ല. പിന്നെ കറിയുടെ ഒന്നും ആവശ്യമില്ല. തൈരോ അച്ചാറോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് ഉണ്ടായാൽ മതി. ഈ ദാൽ കിച്ചടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടി നമുക്ക് ആദ്യം തന്നെ ബസ്മതി റൈസാണ് എടുക്കേണ്ടത്. 3/4 കപ്പ് ബസ്മതി റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതല്ലെങ്കിൽ പച്ചരി യൂസ് ചെയ്തിട്ടും ഇത് ഉണ്ടാക്കാം. കൂടുതൽ നല്ലത് ബസ്മതി റൈസ് തന്നെയാണ്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് 3/4 കപ്പ് ചെറുപയർ പരിപ്പാണ്. ഈ ചെറുപയർ പരിപ്പും കൂടി നമുക്ക് ഈ അരിയുടെ കൂടെ ചേർക്കാം. എന്നിട്ട് ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഇത് ഞാനിവിടെ നന്നായിട്ട് കഴുകി വെള്ളമൊഴിച്ച് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഇത് അരമണിക്കൂർ വെക്കണം. അതിനുശേഷം നമുക്ക് കിച്ചടി ഉണ്ടാക്കാൻ തുടങ്ങാം. നമുക്കിതിവിടെ അടച്ചു വെക്കാം. അരമണിക്കൂറിന് ശേഷം കിച്ചടി ഉണ്ടാക്കാം. കിച്ചടി ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു പ്രഷർ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് ചൂടാകുമ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യേണ്ട. വെജിറ്റബിൾ ഓയിലോ സൺഫ്ലവർ ഓയിലോ മറ്റോ യൂസ് ചെയ്യുക. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ചേർത്തിട്ടുണ്ട്. ചെറിയ ജീരകമാണ്. ഇനി ഇതിലേക്ക് 2-3 ഉണക്കമുളക് ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇതെല്ലാം ഫ്രൈ ആയി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് സവാള ചേർക്കാം. ഒരു ചെറിയ സവാളയുടെ പകുതിയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി അരിഞ്ഞത് ചേർക്കാം. തക്കാളിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. നമുക്കിത് കുറച്ച് സമയം അടച്ച് വെച്ചിട്ട് തക്കാളി ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഒരു 1-2 മിനിറ്റ് വെച്ചാൽ മതി ഇതുപോലെ. അപ്പോഴേക്കും തക്കാളി നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. ആ സമയത്ത് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച ഈ അരിയുടെയും പരിപ്പിൻ്റെയും വെള്ളം ഒന്ന് കളഞ്ഞെടുക്കാം. തക്കാളി ഇവിടെ നല്ല സോഫ്റ്റായി മാറിയിട്ടുണ്ട്. നന്നായിട്ട് വെന്തുടഞ്ഞിട്ടുണ്ട്. അരിയിലും പരിപ്പിലും ചേർത്ത് വെള്ളം ഞാൻ മുഴുവനും കളഞ്ഞിട്ടുണ്ട്. അത് ഈ കുക്കറിലേക്ക് ഇപ്പോൾ ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. 1-2 മിനിറ്റ് ഇതുപോലെ നന്നായിട്ട് അരിയൊന്ന് ഇതിൽ വഴറ്റിയെടുക്കണം. ഇതിലുള്ള മസാലയൊക്കെ അരിയിൽ നന്നായിട്ട് പിടിച്ചിരിക്കണം. ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർക്കണം. ഞാനിവിടെ 4.5 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. അരിയും പരിപ്പും കൂടി 1.5 കപ്പാണ് ഉള്ളത്. അതിൻ്റെ 3 ഇരട്ടി വെള്ളമാണ് ഞാൻ ചേർക്കുന്നത്. ഇത് അല്പം ലൂസായിട്ടാണ് ഉണ്ടാവുക ഈ കിച്ചടി. ഇനി നിങ്ങൾക്ക് ഡ്രൈ ആയിട്ട് ഗീ റൈസ് പോലെയാണ് വേണ്ടതെങ്കിൽ ഇത്രയും അളവ് പരിപ്പിനും അരിക്കും കൂടിയിട്ട് 3 കപ്പ് വെള്ളം ചേർത്താൽ മതി. അപ്പോൾ അല്പം ഡ്രൈ ആയിട്ടുള്ള കിച്ചടി കിട്ടും. ഇതിപ്പോൾ കുറച്ച് ഗ്രേവിയോട് കൂടിയിട്ടുള്ള കിച്ചടിയാണ് ഉണ്ടാവുക. കിച്ചടി പൊതുവേ കുറച്ച് ലൂസായിട്ട് ആ ഒരു ഗ്രേവി ടൈപ്പിലാണ് ഉണ്ടാവാറുള്ളത്. ഇനി ഇത് നമുക്ക് അടച്ച് വെച്ച് 3 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇതിൻ്റെ വെയിറ്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് 3 വിസിൽ വരുന്നത് വരെ ഇത് വേവിക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചാൽ മതി. മൂന്ന് വിസിലിന് ശേഷം ഞാൻ ഈ കുക്കർ ഓഫ് ചെയ്തിട്ടിട്ടുണ്ട്. ഇതിൻ്റെ ആവിയൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇത് തുറന്ന് നോക്കാം. അരിയും പരിപ്പൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. കിച്ചടി ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇതുപോലെ കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കുക. ചില ആൾക്കാരുണ്ടാക്കുന്ന കിച്ചടി ഇതിനേക്കാൾ ലൂസായിരിക്കും. നല്ല ഗ്രേവി ടൈപ്പിൽ സ്പൂൺ കൊണ്ട് കോരി കഴിക്കാൻ പാകത്തിലായിരിക്കും ഉണ്ടാവുക. ഞാനിതിങ്ങനെ അല്പം ഒന്ന് ഡ്രൈ ആയിട്ടാണ് ഉണ്ടാക്കാറുള്ളത്. നല്ല ഡ്രൈ ആയിട്ട് നെയ്ച്ചോറ് പോലെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വെള്ളത്തിൻ്റെ അളവ് കുറച്ചെടുത്താൽ മതി. നല്ല ഗ്രേവിയോട് കൂടി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം കൂടുതൽ ചേർക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. നമുക്കിതൊരു പാത്രത്തിലേക്ക് വിളമ്പാം.
എന്നിട്ട് ഇതിൻ്റെ മുകളിൽ അല്പം മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ദാൽ കിച്ചടി ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇതുണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കറിയൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. വളരെ ടേസ്റ്റോട് കൂടി തൈരോ അച്ചാറോ പപ്പടോ അങ്ങനെ എന്തെങ്കിലും കൂട്ടി കഴിക്കാം. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനും, നല്ല ടേസ്റ്റുമാണ്. ഇതിൽ ചെറുപയർ പരിപ്പും മസാലയൊക്കെ കൂടി ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമാണെങ്കിൽ അഭിപ്രായം അറിയിക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. Thank you.